തീർച്ചയായും നമ്മൾ സമരം ചെയ്യുന്നത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ മുന്നിലേക്കാണ് വരുന്നതെന്നാണ് ഈ കഴിഞ്ഞ 50 ദിനങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത്. പക്ഷേ ഇന്ന് ഈ 50-ാം ദിനത്തിൽ ഞങ്ങളത് ഒരു കരിങ്കല്ലിന് പുറകിലാണ് ഇരുന്ന് സമരം ചെയ്യുന്നതെന്ന് തോന്നിപ്പോകുന്നു. വളരെ വൈകാരികമായിട്ടാണ് ഞാനിത് പറയുന്നത്. ഇന്നൊരു മുടി മുറിച്ച് ഒരമ്മ കണ്ടില്ലേ, തല മുണ്ടനം ചെയ്യുകയാണ് ചെയ്തത്. വളരെ സങ്കടത്തോടെ എനിക്കവരെ എൻ്റെ അമ്മയുടെ സ്ഥാനത്തെ കാണാൻ കഴിയുന്നുള്ളൂ. എന്തിനാ വേദന കൊണ്ടാണ് കരയുന്നത്? ഇങ്ങനെ ഒരു വയസ്സാം കാലത്ത് അവർക്ക് ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ സ്ത്രീപക്ഷം, ഹൃദയപക്ഷം എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സർക്കാരിൻ്റെ മുമ്പിൽ സ്ത്രീ ജനങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് കരയേണ്ടി വരുന്നത് ഈ ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതേ അല്ല. സ്ത്രീ മുടി മുറിച്ച് അവളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ഏതൊരു നമ്മുടെ പുരാണം പഠിക്കുമ്പോൾ തന്നെ അറിയാം. ഇതിഹാസമായ മഹാഭാരതത്തിൽ പാഞ്ചാലി ഒരു ശപഥം എടുക്കുന്നുണ്ട്. രജസ്വലയായ പാഞ്ചാലിയെ ധൃതരാഷ്ട്ര സഭയിൽ വലിച്ചിഴയ്ക്കുമ്പോൾ അവൾ രജസ്വലയായിരുന്നു. അന്നേരം അവളൊരു ശപഥം എടുത്തു. തൻ്റെ വസ്ത്രം വലിച്ച് അധിക്ഷേപിച്ച ദുശാസനൻ്റെ മാറ് പിളർന്ന് ആ രക്തം കൊണ്ട് തൻ്റെ മുടി കെട്ടുന്ന സമയം വരെയും മുടി കെട്ടില്ല, ആ മുടി അവൾ അഴിച്ചിട്ടു. അതൊരു കുലം മുടിക്കുകയായിരുന്നു. കുരുവംശത്തിൻ്റെ എന്താ പറയുക, അസ്ഥിവാരം തോണ്ടിയതായിരുന്നു പാഞ്ചാലിയുടെ ആ ശപഥം. മധുര കത്തിച്ച കണ്ണകി മുടി പിഴുതെറിഞ്ഞു, തൻ്റെ മാറിടം വലിച്ചെറിഞ്ഞു, മധുര സാമ്രാജ്യത്തെ ചുട്ടരിച്ചു, പാണ്ഡ്യരാജാവിൻ്റെ അസ്ഥിവാരം തോണ്ടി. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ മുടി മുറിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അത് കുലം മുടിക്കുന്നതിന് തുല്യമായ ശപഥമാണ്. ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു പക്ഷേ അധംപതനത്തിൻ്റെ തുടക്കമായിരിക്കും ഇന്നിവിടെ കുറിച്ചത്. 2026 എടുക്കുമ്പോൾ ബാലറ്റിലൂടെ ഈ സ്ത്രീ സമൂഹം, ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹം അതിന് ഫലം കൊടുത്തിരിക്കും. അവർ ഇനി ഈ ധാർഷ്ട്യത്തിൻ്റെ കിരീടം വെച്ച്, ചെങ്കോല് വെച്ച് ഇനി ഒരു ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിക്കുമോ എന്ന് ഈ കേരളത്തിലെ സ്ത്രീകൾ തീരുമാനിക്കണം. സ്ത്രീകളുടെ വോട്ട് അടിച്ചിട്ടാണ് ഭൂരിപക്ഷം കിട്ടി ഒരു സർക്കാർ അധികാരത്തിലേറുന്നത്. സ്ത്രീകളുടെ എണ്ണമാണ് ഇവിടെ കൂടുതൽ. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ എണ്ണമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ സ്ത്രീകൾ വിചാരിക്കും അടുത്തിവിടെ ആര് ഭരിക്കണം? സ്ത്രീയെ അടിമയാക്കുന്ന ഒരു സർക്കാർ വേണോ? സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സർക്കാർ വേണോ? അവളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ വേണോ? അതോ അവളെ അടിമപ്പെണ്ണാക്കി വെക്കുന്ന ഒരു സർക്കാർ വേണോ? അവളുടെ കാലിനും കൈക്കും വിലങ്ങിടുന്ന ഒരു സർക്കാർ വേണോ? അവളെ അപമാനിക്കുന്ന ഒരു സർക്കാർ വേണോ? ഒരു ജനപ്രതിനിധി വേണോ എന്ന് സ്ത്രീ ഇവിടെ തീരുമാനിക്കും. ഇവിടെ സ്ത്രീ തന്നെ 2026 ഫലം ഇവിടെ ആര് ഭരിക്കണമെന്ന് 2026 മെയ്യിൽ കേരളത്തിലെ അമ്മമാർ, ഞങ്ങളെപ്പോലെ വേദനയെടുക്കുന്ന, ഞങ്ങളെപ്പോലെ കഷ്ടമനുഭവിക്കുന്ന അമ്മമാർ തീരുമാനിക്കും ഇവിടെ ഏത് സർക്കാർ വേണമെന്ന്. ഇത് ഞങ്ങളെ ജനങ്ങളുടെ വിധിയെഴുത്തിനായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. പൊതുസമൂഹം കൂടെ ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നമസ്കാരം. സ്ത്രീപക്ഷ സർക്കാർ ഭരിക്കുന്നു എന്ന് പറയുമ്പോഴാണ്, തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് സ്ത്രീകളായ തൊഴിലാളികൾ അഥവാ തൊഴിലാളികളായി പോലും അംഗീകരിക്കാത്ത ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ പിണറായി വിജയന്റെ കാരുണ്യത്തിന് വേണ്ടി കാത്തുകിടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 51 ദിവസം പിന്നിടുന്നു. ഇതിൽ പലരും 45 വയസ്സ് കഴിഞ്ഞ അമ്മമാരാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. 12-13 ദിവസമായി ഇതിൽ പലരും നിരാഹാരത്തിലുമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുന്ന സിനിമകൾ കണ്ട് രസിക്കുന്നു. ഈ അടുത്തിടെ റിലീസായ എമ്പുരാൻ എന്ന സിനിമ കണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് നാം കേട്ടു. പക്ഷേ 51 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപവാസം അനുഷ്ഠിക്കുന്ന, പൊരി വെയിലത്തും മഴയത്തും കിടന്ന് സമരം ചെയ്യുന്ന അമ്മമാരുടെ ദൈന്യതയെക്കുറിച്ച് പറയുവാനോ അവരെ കാണുവാനോ പിണറായി വിജയന് താല്പര്യമില്ല. അദ്ദേഹം ഭാര്യ കമലയും ഒരുമിച്ച് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത പുതിയ സിനിമയായ എമ്പുരാൻ സിനിമ കണ്ട് അദ്ദേഹം രസിച്ച് സുഖിച്ച് വാഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. തൊഴിലാളി വർഗത്തിൻ്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്ന CPM ഭരിക്കുന്ന നാട്ടിലാണ് ഇത്തരം ഒരു അനുഭവം എന്ന് ഓർക്കുമ്പോൾ ഏത് തരത്തിലാണ് ഇവർ തൊഴിലാളികളെ കണ്ടിരിക്കുന്നത്, ഏത് തരത്തിലാണ് ഇവർ സ്ത്രീകളെ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ മറവ് പിടിച്ചുകൊണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരുടെ മനോവികാരത്തെ വ്രണപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം, അവരുടെ വിശ്വാസ സങ്കല്പങ്ങളെ തകർത്തെറിയുന്നതിന് വേണ്ടി, ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വോട്ട് കിട്ടുവാൻ വേണ്ടി മാത്രം പിണറായി വിജയൻ പോലീസിൻ്റെ കുപ്പായമിടിയിച്ച് രായ്ക്ക് രായ്മാനം ശബരിമലയിൽ യുവതികളെ ക്ഷേത്ര ദർശനം നടത്തിപ്പിക്കുന്നതിൽ അതീവ ജാഗ്രത കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ജാഗ്രതയുടെ 10-ലൊരു അംശം പോലും എന്താണ്? കേവലം 232 രൂപ മാത്രം ദിവസം 10, 14, 15 മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടുന്ന ഈ സ്ത്രീകൾക്ക് ഒരു നയാ പൈസയെങ്കിലും കൂട്ടിക്കൊടുക്കുവാൻ വേണ്ടി കാണിക്കാത്തത്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി തൊഴുവിക്കാൻ കാണിച്ച ആ ഒരു വ്യഗ്രത എന്തുകൊണ്ടാണ് പാവപ്പെട്ട ഈ സ്ത്രീകളുടെ കഞ്ഞിക്കലത്തിൽ അരി വെന്തിട്ടുണ്ടോ, അരിയുണ്ടോ എന്ന് അന്വേഷിക്കുവാനുള്ള ജാഗ്രത മുഖ്യമന്ത്രി കാണിക്കാത്തത്? അതോ ആത്മീയമായ ഉന്നതി കൊണ്ട് മാത്രം സ്ത്രീകൾ കേരളത്തിൽ ജീവിച്ചാൽ മതി എന്ന് കണക്കാക്കിയാണോ ശബരിമല ദർശനത്തിന് മാത്രം സ്ത്രീകൾക്ക് കൂട്ടുനിന്നത്?
എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും പൊതുപ്രവർത്തകരും സാധാരണക്കാരുമെല്ലാം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് ശാലിനി എന്ന് പറഞ്ഞ ആശാ വർക്കർ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തൊഴിൽ പക്ഷ സർക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, തൊഴിലാളി സർക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അധസ്ഥിതിന്റെ സർക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായി വിജയൻ സർക്കാരിനെയും പിണറായി വിജയൻ മന്ത്രിസഭയിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെയും എല്ലാം അതിനിശിതമായി കീറി വലിച്ചു കുടഞ്ഞെറിയുന്നത് നാം കണ്ടത്. ആശാവർക്കറായ ശാലിനി തൻ്റെ അതിജീവനത്തിൻ്റെ സമരത്തിൻ്റെ കഥ പറയുന്നത് കണ്ണീരോട് കൂടിയല്ലാതെ നമുക്ക് കേട്ടിരിക്കാൻ സാധിക്കില്ല. ശാലിനിയുടെ വാക്കുകളിലേക്ക്. നമ്മൾ സമരം ചെയ്യുന്നത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മുന്നിലേക്കാണ് വരുന്നതെന്നാണ് ഈ കഴിഞ്ഞ 50 ദിനങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത്. പക്ഷേ ഇന്ന് ഈ 50-ാം ദിനത്തിൽ ഞങ്ങളത് ഒരു കരിങ്കല്ലിന് പുറകിലാണ് ഇരുന്ന് സമരം ചെയ്യുന്നതെന്ന് തോന്നിപ്പോകുന്നു. വളരെ വൈകാരികമായിട്ടാണ് ഞാനിത് പറയുന്നത്. സ്ത്രീകൾ ഏറ്റവും താലോലിച്ച് ഓമനിച്ച് വളർത്തുന്നതാണ് അവരുടെ തലമുടി. ഒരു മുടി കറക്കുകയോ ഒരു മുടി കൊഴിയുകയോ ചെയ്യുമ്പോൾ സ്ത്രീകൾ വ്യാകുലപ്പെടും, എൻ്റെ മുടി കൊഴിഞ്ഞു എന്ന്. ആ മുടി മുറിച്ചിട്ടാണ് ഇന്ന് അമ്മമാരും എന്നെ പോലുള്ള സഹോദരിമാരും ഈ 50-ാം ദിവസത്തിൽ, ഞങ്ങളുടെ രാപ്പകൽ സമരത്തിന്റെ 50-ാം ദിവസവും ഞങ്ങളുടെ അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ 12-ാം ദിവസവുമാണ് ഇന്നും നിരാഹാരം ഇരുന്ന ബീന പീറ്റർ എന്ന ചേച്ചിയെ അവരുടെ ശാരീരിക ബുദ്ധിമുട്ട് കാരണം ഷുഗർ ലെവലൊക്കെ ഡൗൺ ആയി, BP കൂടി, അതിൻ്റെ പേരിൽ DH ഞങ്ങൾ അഡ്മിറ്റ് ആക്കി. അപ്പം ഇത്രയേറെ വൈകാരികമായ കഷ്ടം അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. കണ്ണു തുറക്കേണ്ടവർ കണ്ണു തുറക്കുന്നില്ല. ഈ സാധു സ്ത്രീകൾ എന്ത് തെറ്റാണ് ഈ ഭരണകൂടത്തിന് മുമ്പിൽ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഏതെങ്കിലും ഒരു സംഘടനയുടെ പേര് ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തെ അംഗീകരിക്കാത്തത്. ഇവിടെ CIT-യും INTUC-യും ഒക്കെ സമരം ചെയ്താലേ ഇവിടുത്തെ സർക്കാർ അംഗീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ CIT-ന്റെ മാത്രം സമരങ്ങൾ അവരുടെ കുത്തകയാണെന്നൊരു തോന്നല്. കാരണം അങ്ങനെ പറയാനുള്ള കാരണം CIT-ന്റെ പല മുതിർന്ന നേതാക്കന്മാരും പൊതുസ്ഥലങ്ങളിൽ ഞങ്ങളെ വളരെ എന്താ പറയാ, ഒരു ദയയില്ലാത്ത രീതിയിലാണ് പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ അവർ ആക്ഷേപിച്ചത്. അതെല്ലാം അവഹേളനങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ 50 ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ സമരം സർക്കാർ കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ചാലും അവർ ഞങ്ങൾ അംഗീകരിക്കാതെ വിട്ടാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞു. ഈ കേരളീയ സമൂഹം ഞങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞു. വെറും 232 രൂപയ്ക്കാണ് സാധുക്കളായ സ്ത്രീകൾ ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഈ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് 50 ദിനങ്ങളായത്. നമ്മുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഈ സാധു സ്ത്രീകളോട് ചെയ്തത്. മധ്യവയോധികനായ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് നിരാഹാരത്തിലേക്ക് പോയപ്പോൾ ആ സാധു മനുഷ്യൻ മരിച്ചാൽ അത് തങ്ങൾക്ക് തന്നെ, തങ്ങളുടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് മഹാകളങ്കമായി തീരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാൻ തീരുമാനമെടുത്തത്. എന്നാൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള നമ്മുടെ കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ, സ്ത്രീപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുന്നവർ ഈ സ്ത്രീജനങ്ങളെ കാണുന്നില്ല. അവരുടെ പല നേതാക്കളും ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ടുള്ള ശിവൻകുട്ടി എന്ന വ്യക്തി, അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ മുറിച്ച മുടിയെല്ലാം എടുത്തിട്ട് കേന്ദ്ര സർക്കാരിന് കൊണ്ടുകൊടുക്കാൻ. ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് മുടിവെട്ടി അയക്കേണ്ടത് മന്ത്രി ശിവൻകുട്ടി പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കേന്ദ്രത്തോടും പറഞ്ഞിട്ടുണ്ട്. 17 വർഷക്കാലമായി ഞങ്ങളുടെ ഇൻസെന്റീവ് കൂട്ടിയിട്ടില്ല, അത് കൂട്ടണമെന്ന്. ഇവിടെ വന്നപ്പോൾ കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപി സാറിനോട് ഞങ്ങൾ അത് ഒരു അപേക്ഷയായിട്ട് വെച്ചിരുന്നു. ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രിയെ അദ്ദേഹം അത് അറിയിക്കുകയും ചെയ്ത് ഇൻസെന്റീവിൽ വർധന ഉണ്ടാക്കുമെന്നാണ് അവിടെ നിന്ന് അറിയിച്ചത്. പക്ഷേ ഒരു വാക്കാൽ അതും ഞങ്ങൾ എടുക്കുന്നില്ല. ഞങ്ങൾക്കത് ഉത്തരവായി തന്നെ കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ ഓണററി വർദ്ധിപ്പിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം കേരള സർക്കാരിനുണ്ട്. എന്തുകൊണ്ടെന്നാൽ കേരള സർക്കാരാണ് പറയുന്നത് ഞങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിച്ചു. അപ്പോൾ പിന്നെ ഇവർ പൊതുസമൂഹത്തിന്റെ മുഖത്ത് നോക്കി എന്തിനു കള്ളം പറയുന്നു? അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ല, കേന്ദ്ര സർക്കാർ കൊടുത്താലേ അത് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അപ്പോൾ അത് അവരുടെ ഇരട്ടത്താപ്പല്ലേ? 1000 രൂപ UDF ഭരിക്കുന്ന സമയത്ത് കൊടുത്തു. ഇപ്പോൾ ഞങ്ങൾ LDF ഭരിച്ചപ്പോൾ 7000 കൊടുക്കുന്നു എന്നാണ് ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് എപ്പോഴും പറയുന്നത്. ഈ 7000 രൂപ കൊണ്ട് ഇവർക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും? അവരുടെ ഒരു ദിവസത്തെ അലവൻസാണ് 7000. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് കിട്ടുന്ന 1.5 ലക്ഷത്തോട് അടുപ്പിച്ചുള്ള ഓണറേറിയമാണ് അവർ കൈപ്പറ്റുന്നത്. വീണ മാഡത്തിന് ചെലവാക്കി കഴിയാൻ പറ്റുമോ വെറും 232 രൂപ കൊണ്ട്? പറ്റില്ല.
അവർ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി അവർ ചായ കുടിച്ചാൽ പോലും അതിന്റെ ബില്ല് വരും 250 രൂപ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു ആശാ വർക്കർ 232 രൂപ കൊണ്ട് അവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും പരിഹരിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ പറയാ നിങ്ങൾക്ക് എല്ലാ ജോലിക്കും പോവാമെന്ന്. പക്ഷെ ഞങ്ങളിൽ നിന്ന് JPHന്മാർ ഉൾപ്പെടെ ഒരു മാസത്തേക്കുള്ള, ഇതിപ്പോ മാർച്ച് 31 അടുത്ത ഏപ്രിൽ മാസത്തേക്കുള്ള ഈ ജോലിയിൽ കയറിയ പല ആശമാരും, ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾ അങ്ങനെയാണ് കൊടുത്തത്, എന്താ പറയുന്ന ഒരു ആക്ഷൻ പ്ലാൻ 1-ാം തീയതി മുതൽ ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 30 വരെയുള്ള കാലയളവിൽ ഞങ്ങൾ എന്താണ് ഓരോ ദിവസവും ചെയ്യുന്നുള്ള പ്രവൃത്തികൾ എഴുതി കൊടുത്തിട്ടാണ് ഞങ്ങൾ മന്ത്ലി റിപ്പോർട്ട് കൊടുക്കാറുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ സർക്കാർ വാങ്ങിക്കുകയും പിന്നീട് നിങ്ങൾക്ക് ഒന്നിനും എവിടെ വേണോ പോവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. NHMലെ ആൾക്കാർ അതാ പറയുന്നത്. അതായത് സർക്കാർ എപ്പോ പറയുന്നു അതനുസരിച്ചൊക്കെ NHM അവരുടെ സർക്കുലറുകൾ മാറ്റിക്കൊണ്ടിരിക്കും. വ്യക്തമായ ഒരു മാനദണ്ഡം ഇല്ലാതെയാണ് ഞങ്ങൾക്കിപ്പോൾ പണിയെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. പണിയെടുപ്പിക്കുമ്പോൾ തൊഴിലാളിയും വേതനം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. സ്ത്രീ തൊഴിലാളികളെ എത്രത്തോളമാണ് ചൂഷണം ചെയ്യുന്നതെന്ന് ഇതിൽ നിന്നും പൊതുസമൂഹം മനസ്സിലാക്കട്ടെ. ഞങ്ങൾ ചെയ്യുന്ന ജോലികൾ എന്നും ചാനൽ ചർച്ചകളിൽ പറഞ്ഞ് പൊതുജനത്തിന് ഇപ്പൊ ഞങ്ങളെക്കാളും അറിയാം ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. അപ്പൊ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല ഞാൻ. അപ്പൊ ഒരുപാട് കാലം ഞങ്ങൾ അധ്വാനിച്ചിട്ട് വെറും കൈയോടെ ഇറങ്ങിപ്പോയി. ഇന്നൊരു മുടി മുറിച്ച് ഒരമ്മ കണ്ടില്ലേ, തല മുണ്ടനം ചെയ്യുകയാണ് ചെയ്തത്. വളരെ സങ്കടത്തോടെ എനിക്കവരെ എൻ്റെ അമ്മയുടെ സ്ഥാനത്തെ കാണാൻ കഴിയുന്നുള്ളൂ. എന്തിനാ വേദന കൊണ്ടാ കരയുന്നത്? ഇങ്ങനെ ഒരു വയസ്സാം കാലത്ത് അവർക്ക് ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ സ്ത്രീപക്ഷം, ഹൃദയപക്ഷം എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സർക്കാരിന്റെ മുമ്പിൽ സ്ത്രീ ജനങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് കരയേണ്ടി വരുന്നത് ഈ ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതേ അല്ല. സ്ത്രീ മുടി മുറിച്ച് അവളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ഏതൊരു നമ്മുടെ പുരാണം പഠിക്കുമ്പോൾ തന്നെ അറിയാം. ഇതിഹാസമായ മഹാഭാരതത്തിൽ പാഞ്ചാലി ഒരു ശപഥം എടുക്കുന്നുണ്ട്. രജസ്വലയായ പാഞ്ചാലിയെ ധൃതരാഷ്ട്ര സഭയിൽ വലിച്ചിഴയ്ക്കുമ്പോൾ അവൾ രജസ്വലയായിരുന്നു. അന്നേരം അവളൊരു ശപഥം എടുത്തു. തന്റെ വസ്ത്രം വലിച്ച് അധിക്ഷേപിച്ച ദുശാസനന്റെ മാറ് പിളർന്ന് ആ രക്തം കൊണ്ട് തന്റെ മുടി കെട്ടുന്ന സമയം വരെയും താ മുടി കെട്ടില്ല, ആ മുടി അവൾ അഴിച്ചിട്ടു. അതൊരു കുലമുടിക്കായിരുന്നു. കുരുവംശത്തിന്റെ എന്താ പറയാ അസ്ഥിവാരം തോണ്ടിയതായിരുന്നു പാഞ്ചാലിയുടെ ആ ശപഥം. മധുര കത്തിച്ച കണ്ണകി മുടി പിഴുതെറിഞ്ഞു, തന്റെ മാറിടം വലിച്ചെറിഞ്ഞു, മധുര സാമ്രാജ്യത്തെ ചുട്ടരിച്ചു, പാണ്ഡ്യരാജാവിന്റെ അസ്ഥിവാരം തോണ്ടി. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ സ്ത്രീ മുടി മുറിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അത് കുലം മുടിക്കുന്നതിന് തുല്യമായ ശപഥമാണ്. ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു പക്ഷേ അധംപതനത്തിന്റെ തുടക്കമായിരിക്കും എന്നിവിടെ കുറിച്ചത്. കാരണം സ്ത്രീകളുടെ കണ്ണുനീര് ശാപം എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ അത് ഫലിച്ചു കണ്ടിട്ടേ ഉള്ളൂ. അമ്മമാരുടെ ശാപമാണ്. അതൊരിക്കലും ഫലം കാണാതെ പോകത്തില്ല, ഫലിക്കും. എത്ര ധാർഷ്ട്യം പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ദൈവം എന്നൊരു ശക്തി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. മനുഷ്യന്റെ അഹങ്കാരം കൊണ്ടും യുക്തിവാദം കൊണ്ടും ദൈവമില്ല എന്ന് വാദിക്കുമ്പോൾ ഈ 90% മനുഷ്യരും ദൈവം ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതൊരു റംസാൻ ദിവസമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു പുണ്യദിനമാണ്. ആ പുണ്യദിനത്തിലാണ് ഞങ്ങൾ ഇവിടെ മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ സമരപ്പന്തലിലുണ്ട്. അപ്പോൾ അവരുടെ ആ പുണ്യദിനത്തിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ണുനീരോടെ ചെയ്യേണ്ടി വന്നത് അത് ഏത് വിശ്വാസമായിക്കൊള്ളട്ടെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ആ മതസംഹിതയ്ക്ക് വിരോധമായിട്ട് തന്നെയാണ്. സ്ത്രീയുടെ കണ്ണുനീര് വീണാൽ അത് ഫലിച്ചിരിക്കും. ഇവരുടെ ധാർഷ്ട്യം, അഹങ്കാരം അത് പൊതുജനം മനസ്സിലാക്കും. 2026 എടുക്കുമ്പോൾ ബാലറ്റിലൂടെ ഈ സ്ത്രീ സമൂഹം, ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹം അതിന് ഫലം കൊടുത്തിരിക്കും. അവര് ഇനി ഈ ധാർഷ്ട്യത്തിന്റെ കിരീടം വെച്ച്, ചെങ്കോല് വെച്ച് ഇനി ഒരു ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിക്കുമോ എന്ന് ഈ കേരളത്തിലെ സ്ത്രീകൾ തീരുമാനിക്കണം. സ്ത്രീകളുടെ വോട്ട് അടിച്ചിട്ടാണ് ഭൂരിപക്ഷം കിട്ടി ഒരു സർക്കാർ അധികാരത്തിലേറുന്നത്. സ്ത്രീകളുടെ എണ്ണമാണ് ഇവിടെ കൂടുതൽ. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ എണ്ണമാണ് നമുക്കുള്ളത്. അപ്പൊ ആ സ്ത്രീകൾ വിചാരിക്കും അടുത്തിവിടെ ആര് ഭരിക്കണം? സ്ത്രീയെ അടിമയാക്കുന്ന ഒരു സർക്കാർ വേണോ? സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സർക്കാർ വേണോ? അവളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ വേണോ? അതോ അവളെ അടിമ പെണ്ണാക്കി വെക്കുന്ന ഒരു സർക്കാർ വേണോ? അവളുടെ കാലിനും കൈക്കും വിലങ്ങിടുന്ന ഒരു സർക്കാർ വേണോ? അവളെ അപമാനിക്കുന്ന ഒരു സർക്കാർ വേണോ? ഒരു ജനപ്രതിനിധി വേണോ എന്ന് സ്ത്രീ ഇവിടെ തീരുമാനിക്കും. ഇവിടെ സ്ത്രീ തന്നെ 2026 ഫലം ഇവിടെ ആര് ഭരിക്കണമെന്ന് 2026 മെയ്യിൽ കേരളത്തിലെ അമ്മമാർ, ഞങ്ങളെപ്പോലെ വേദന എടുക്കുന്ന, ഞങ്ങളെപ്പോലെ കഷ്ടം അനുഭവിക്കുന്ന അമ്മമാർ തീരുമാനിക്കും ഇവിടെ ഏത് സർക്കാർ വേണമെന്ന്. ഇത് ഞങ്ങളെ ജനങ്ങളുടെ വിധിയെഴുത്തിനായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. പൊതുസമൂഹം കൂടെ ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തൊക്കെ ധൂർത്തും ധാർഷ്ട്യവും കാണിച്ചാലും ഈ സ്ത്രീകളെ വെല്ലുവിളിക്കേണ്ട ഒരാവശ്യം ഭരണകൂടത്തിനില്ല. നിസ്സാരമായി എന്തോ പറയാ, പണ്ട് റഷ്യൻ ദാരിദ്ര്യവും വിപ്ലവവും പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടുത്തെ അമ്മമാർ ഭക്ഷണത്തിനായി ചെന്നപ്പോൾ അവിടുത്തെ രാജ്ഞിമാർ പറഞ്ഞ മറുപടി പോലെയാണ് ഞങ്ങളുടെ വീണാ മന്ത്രി പറഞ്ഞത്.
232 രൂപ തന്നെ 7000 വലിയതാണെന്ന്. അന്ന് അവിടുത്തെ രാജ്ഞിമാർ എന്താ പറഞ്ഞത്? അവർ റൊട്ടിക്കായിട്ടാണ് ബഹളം കൂട്ടുന്നതെന്ന് അവിടുത്തെ കിങ്കരന്മാർ, അവരുടെ പടയാളികൾ വന്ന് പറഞ്ഞപ്പോൾ എന്തിനാ അവരിങ്ങനെ കരയുന്നത്? അത് അവർ റൊട്ടിക്കാണ്. റൊട്ടിയോ? ഈ കാലഘട്ടത്തിൽ റൊട്ടി കഴിക്കുന്ന ആരെങ്കിലും ഉണ്ട്? അവർക്ക് കേക്ക് കൊടുത്തുകൂടെ എന്നാണ് ആ റഷ്യൻ ഭരണാധികാരിയുടെ ഭാര്യ പറഞ്ഞത്. അതേപോലെയാണ് ഞങ്ങളുടെ വീണാ മന്ത്രി പറയുന്നത്, നിങ്ങൾക്ക് 232 രൂപ കൊണ്ട് ധാരാളം ഭക്ഷണം ഇവിടെ കിട്ടും. കാരണം ഇവിടെ നമ്മളെല്ലാം ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണല്ലോ, സംസ്ഥാനമാണല്ലോ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 232 രൂപ മതി. വീണാ മന്ത്രിക്കും 232 രൂപ വെച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ആശയ്ക്ക് 232 രൂപ മതി. അത് മന്ത്രി തീരുമാനിക്കട്ടെ. ഒരു സ്ത്രീ ഞങ്ങൾക്ക് ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് ഈ കണ്ണുനീരിന്റെ കഷ്ടത്തിന്റെ നടുവിൽ ഇരിക്കേണ്ടി വന്നത്. ഇന്നൊരു പുണ്യ ദിവസമായിട്ട് ഞങ്ങൾക്കും ഇവിടെ ഇരിക്കേണ്ടി വന്നത്. ജനം ഇത് ചോദിക്കും. ഇതിന് ദൈവം എന്നൊരു ശക്തിയും ഇതിന്റെ പിന്നിലുണ്ട്, പ്രവർത്തിച്ചിരിക്കും. ഈ കണ്ണുനീരിന് ഇവര് വെള്ളപ്പൊക്കവും ഇവര് കോവിഡും ഒക്കെ മുതലെടുത്താണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അധികാരത്തിൽ ഞങ്ങളെപ്പോലെ പാവ സ്ത്രീകളെ പറഞ്ഞു പറ്റിച്ച് കബളിപ്പിച്ച് പ്രകടന പത്രിക എഴുതിയിട്ട് ഇപ്പൊ പറയുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അവരുടെ ഈ മുറക്കി വാക്ക് മാറ്റുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, ഈ സ്വഭാവത്തിന് ജനം മറുപടി കൊടുത്തിരിക്കും.